തമിഴ്നാട്ടിലെ നീലഗിരിയിലെ ഒവാലിയിൽ മാത്രം 12ഓളം മനുഷ്യരെ കൊലപ്പെടുത്തിയ രാധാകൃഷ്ണൻ എന്നു പേരുള്ള ഒരു ആനയെ ഈ മാസം 23-ാം തീയതി തമിഴ്നാട് വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി. ഇപ്പോൾ മുതുമല കടുവ സങ്കേതത്തിൽ പുതുതായി നിർമ്മിച്ച ഒരു ആനക്കൂട്ടിലിട്ട് പരിശീലിപ്പിക്കുകയാണ്. ആനയെ മുതുമലയിലെ വനത്തിലാണ് തുറന്നുവിടാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവർ ആനയെ നിരീക്ഷിക്കുകയാണ്. ആനയുടെ ആരോഗ്യം പൂർണ്ണമായും ഫിറ്റായി എന്ന് കണ്ടാൽ മാത്രമേ ആനയെ കാട്ടിൽ തുറന്നു വിടുകയുള്ളൂ. ആനയെ കോളർ ബെൽറ്റ് ധരിപ്പിച്ച് അടുത്ത ഏതാനും വർഷങ്ങൾ ആനയെ നിരീക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ ആദ്യം തീരുമാനിച്ചിരുന്നത് ഈ ആനയെ നമ്മുടെ കളക്കാട് മുണ്ടൻതുറ വനത്തിൽ തുറന്നു വിടുക എന്നതായിരുന്നു. മുൻപ് പ്രശ്നക്കാരനായിരുന്ന അരിക്കൊമ്പൻ, ബുള്ളറ്റ് കൊമ്പൻ എന്നീ 2 ആനകളെയും ഈ മേഖലയിലാണ് തുറന്നു വിട്ടിരുന്നത്. ഈ മേഖലയിൽ തമിഴ്നാട് വനം വകുപ്പിന് ഈ ആനകളെയൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നിരീക്ഷിക്കുവാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ തീരുമാനം അവർ മാറ്റി ആനയെ മുതുമല വനത്തിലേക്ക് തുറന്നു വിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മുതുമല വനത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തടാക മേഖലയിൽ നിന്നും പിടികൂടിയ വിനായകൻ എന്നു പേരുള്ള ഒരു ആനയെ, കാണാൻ വളരെ സുന്ദരനായ ഒരു ആനയായിരുന്നു വിനായകൻ. ഈ ആനയെ പിടികൂടി ഇവിടെ തുറന്നു വിട്ടിരുന്നു, നമ്മുടെ മുതുമല വനത്തിൽ തുറന്നു വിട്ടിരുന്നു. പിന്നീട് ഈ ആന മുതുമല വനത്തിൽ നിന്നും കർണാടകയുടെ അതിർത്തിയിലേക്ക് കടന്നു പോവുകയും അവിടെ വേണ്ട പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം കർണാടക വനം വകുപ്പ് ഈ ആനയെ പിടികൂടി അവരുടെ ആനക്കൂട്ടിലടച്ച് ചട്ടം പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നീട് ഈ ആനയ്ക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ആനക്കൂട്ടിൽ വെച്ച് ചെരിഞ്ഞു പോവുകയും ചെയ്തത്. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് ആനകളെ, ഈ പ്രശ്നക്കാരായ ആനകളെയൊക്കെ കളക്കാട് മുണ്ടൻതുറ വനത്തിൽ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ആനകളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വീണ്ടും ഈ ആനയെ, ഈ പിടികൂടിയ ആനയെ, രാധാകൃഷ്ണൻ ആനയെ ഏതാനും ദിവസങ്ങൾ കൂടി ഒബ്സർവ് ചെയ്ത ശേഷം പിന്നീട് ഈ ആനയെ മുതുമല വനത്തിലേക്ക് ഇപ്പോൾ തുറന്നുവിടും എന്നാണ് അവർ പറയുന്നത്. ആദ്യം ഇവർ ഈ ആനയെ കളക്കാട് മുണ്ടൻതുറ വനത്തിൽ തുറന്നുവിടാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. ഒരുപക്ഷെ നേരത്തെ പ്രശ്നക്കാരായ അരിക്കൊമ്പൻ, ബുള്ളറ്റ് കൊമ്പൻ എന്നീ ആനകളെ ഈ കളക്കാട് മുണ്ടൻതുറ വനത്തിൽ തുറന്നുവിട്ടത് കൊണ്ടാകാം, ഈ ആനയെ കൂടി അവിടെ തുറന്നുവിട്ട് ആനകൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ അവർ ഈ ആനയെ മുതുമല വനത്തിലേക്ക് തുറന്നുവിടുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത്, നമ്മളിപ്പോൾ പുതുതായിട്ട് തുറന്നുവിടുന്ന ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആന ഈ മുതുമല വനത്തിൽ നിൽക്കുമോ എന്നാണ്. സാധാരണയായിട്ട് ഒരു ആനയെ നമ്മളൊരു പുതിയ വനമേഖലയിലേക്ക് മാറ്റുമ്പോൾ, ഈ കോളർ ബെൽറ്റ് ധരിപ്പിച്ച് നമ്മൾ ഈ പുതിയൊരു വനമേഖലയിലേക്ക് തുറന്നുവിടുമ്പോൾ ആന ആ സ്ഥലവുമായി ഇഴുകിച്ചേരാൻ കുറച്ച് സമയമെടുക്കും. ചില ആനകൾ അതിനുവേണ്ടി ചിലപ്പോൾ വർഷങ്ങളെടുത്തെന്നും വരെയിരിക്കും. നമ്മൾ അരിക്കൊമ്പനെ നമ്മൾ പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നു വിട്ടപ്പോൾ ആന നേരെ തമിഴ്നാടിൻ്റെ ജനവാസ മേഖലയിലേക്ക് പോയിട്ട് വേണ്ട പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഈ ആനയെ പിടികൂടി കളക്കാട് മുണ്ടൻതുറ വനത്തിൽ തുറന്നു വിട്ടിരുന്നു. അതുപോലെ തന്നെ വേലൂർ മൂഴ ആന നാഗർഹോള വനത്തിൽ തുറന്നുവിട്ട ആന നേരെ വയനാട്ടിൽ വന്ന് ഒരാളെ കൊന്ന് വേണ്ട പ്രശ്നം ഉണ്ടാക്കി. വിനായകൻ ആന അതിനെ മുതുമലയിൽ തുറന്നുവിട്ടു, അത് നേരെ കർണാടകയിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. സോ നമ്മളൊരു പുതിയ വനമേഖലയിലേക്ക് ഒരു ആനയെ തുറന്നു വിടുമ്പോൾ ആന ആ പരിസ്ഥിതിയുമായി എങ്ങനെ ചേരും എന്നതിനനുസരിച്ചായിരിക്കും ഈ മിഷൻ്റെ വിജയസാധ്യത.